അഡ്വക്കേറ്റ് ദീപ ജോസഫ് അപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നമ്മളോട് പ്രതികരിക്കുന്നതിനായി, അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനായി അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ അടക്കം അഡ്വക്കേറ്റ് ദീപ ജോസിനെ ആയിരുന്നു ഇത് സംബന്ധിച്ച് സമീപിച്ചത്. ഇത് സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അഡ്വക്കേറ്റ്. അപ്പോൾ നമുക്ക് അവരോട് കൃത്യമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാവുന്നതാണ്. അഡ്വക്കേറ്റ് ദീപ ജോസ്, നമുക്കറിയാം ഒരുപക്ഷെ 16-ാം തീയതി എന്ന് പറയുന്ന വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് മുന്നിൽ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനുള്ളിൽ ഒരു അവസാനഘട്ട ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ശരിയാണ്. വളരെ ചുരുങ്ങിയ ഏതാണ്ട് 6 ദിവസങ്ങളാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഈ 6 ദിവസം കൊണ്ട് നമ്മൾക്ക് കടക്കാനുള്ള കടമ്പ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മള് ഇതുവരെയും ഏതാണ്ട് നെഗോഷിയേഷനും പ്രീ നെഗോഷിയേഷനും ഒക്കെ കഴിഞ്ഞു. നമ്മളൊരു $1 മില്യൺ ഒരു ഉറപ്പ്, ഒരു ഓഫർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫാമിലി അതിനോട് സഹകരിക്കാത്തതും നമ്മൾക്ക് അതിനോട് പ്രതികരിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിഘാതമായിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ളത് നമ്മുടെ മുമ്പില്. അപ്പോ 2023 സുപ്രീം കോടതിയുടെ ഓർഡർ വന്ന നിമിഷം മുതൽ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഇനി ഒരേ ഒരു മാർഗം കുടുംബത്തോട് മാപ്പ് ചോദിച്ച്, കുടുംബം ആ മാപ്പ് കിട്ടി ദയാധനം സ്വീകരിച്ച്, ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷയെ മോചിപ്പിക്കുക എന്ന ഒരൊറ്റ മാർഗം മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതുവരെയും നമ്മൾ ശ്രമിച്ചിരുന്നതും അതിനുവേണ്ടി തന്നെയാണ്. ഇപ്പോഴും ഇനിയും ഉള്ള നമ്മുടെ ശ്രമം നടക്കുന്നതും അതിനുവേണ്ടിയാണ്. ഇനിയുള്ള ഈ ദിവസങ്ങളിൽ കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനായിട്ടുള്ള നീക്കങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അമ്മ, നിങ്ങൾക്കറിയാവുന്നതുപോലെ 1.5–1.25 വർഷമായിട്ട് അമ്മ ഇപ്പോഴും യമനിൽ തന്നെയാണുള്ളത്. മകളുടെ മോചനം, മകളെ തിരിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്ന ഒരു വിശ്വാസം, പ്രാർത്ഥനയോടെ അവർ 1.5 വർഷക്കാലമായിട്ടൊരു തപസ് പോലെ അവിടെ കഴിയുന്നു. അപ്പോ അമ്മയെ കൂട്ടി തലാലിന്റെ കുടുംബത്തെ കാണാൻ സാധിക്കുമോ എന്നൊരു അന്വേഷണമാണ് ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹിക പ്രവർത്തകനും 2017 മുതൽ ഈ കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ട ആളുമായ നമ്മുടെ സാമുവൽ ജെറോം ഭാസ്കർ ഇന്ന് സനയിലേക്ക് എത്തുന്നു. അതിനുശേഷം പല കൂടിക്കാഴ്ചകളും പല മീറ്റിങ്ങുകളും പലരുമായിട്ടുള്ള പല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല മീറ്റിങ്ങുകളും നമ്മൾ ഇന്നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഒരു 8-9 മണിയോടെ ഏതാണ്ടൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷകൾ എത്രത്തോളമാണ് എന്ന് വെച്ചാൽ ഈ 16-ാം തീയതിക്ക് മുൻപ് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയും, ഒരുപക്ഷെ മോചിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയും എന്നുള്ള നമ്മുടെ പ്രതീക്ഷകൾ എത്രത്തോളമാണുള്ളത്? അതിൻ്റെ ഒരു ഗ്രേഡ് എത്രത്തോളമാണ്? ഞാൻ ആദ്യം ഉണ്ടായിരുന്ന അതേ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും. 1-2 കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതുവരെയുള്ള നമ്മുടെ ഞാൻ യമനിൽ സംഭവിച്ചിട്ടുള്ള എക്സിക്യൂഷൻ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും സമയം കൊടുത്തിട്ട് അവര് ഒന്നും അല്ലെ അവർക്ക് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുറം ലോകം അറിയുന്നത്. അപ്പൊ നിമിഷയുടെ കേസിൽ നമുക്ക് ഇത്രയും സമയങ്ങൾ 2017 മുതൽ 2022-23 വാദം പൂർത്തിയായതിനു ശേഷവും നമുക്ക് 2 വർഷം കിട്ടിയിട്ടുണ്ട്. ഓ അതുപോലെ തന്നെ നിമിഷ ഈയിടെ വർത്താനത്തിലും നിമിഷയോടും ജലധികൃതർ വിളിച്ചു പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ വരുന്ന ബുധനാഴ്ച എക്സിക്യൂഷന്റെ ഡേറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോഴും ആ പറഞ്ഞ കൂട്ടത്തിലും ഈവൻ നമുക്കും ജലധികൃതരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ സമയത്തും നിങ്ങൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാഠം കിട്ടും എന്നുള്ള രീതിയിലാണ് നമുക്ക് സജഷൻസും അറിയിപ്പുകളും ഒക്കെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടുന്നില്ല. ഒപ്പം 2 ദിവസം മുമ്പ് ഈ ഒരു വാർത്ത അറിയിച്ചു കഴിഞ്ഞപ്പോഴും നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാമുവൽ ജെറോം ഭാസ്കറോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്റ്റിൽ നിങ്ങൾ ആ പറഞ്ഞ ഓഫർ എമൗണ്ട് അവൈലബിൾ ആണോ, അത് കൺഫേം അല്ലേ എന്നൊരു രീതിയിലൊരു ചോദ്യം നമ്മളോട് വന്നതുകൊണ്ട് വീണ്ടും അത് പ്രതീക്ഷ തരുന്ന ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അവർ അത് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? കാരണം ഇത്രയും നാളും അവർ അതിനോട് നമ്മൾ ആ രീതിയിലുള്ള സമീപനങ്ങളാണ് നമ്മൾ ഇനിയും മുന്നോട്ട് പോകുന്നത്. ഇതുവരെ നമ്മളൊരു ഒഫീഷ്യൽ നെഗോഷിയേഷന്റെ അകത്ത് നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ, ആ രീതിയിലാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു വലയത്തിനകത്ത് നിന്നാണ് നമ്മൾ ഇതുവരെ നെഗോഷിയേഷൻ പ്രോസസ്സിനെ കണ്ടതും അത് ചെയ്തതും.
ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഈ വളരെ പൂജ്യമായിട്ടാണ് ഈ നെഗോഷിയേഷൻ പ്രോസസ്സിനെ അവര് കാണുന്നത്. അവരെ സംബന്ധിച്ചുള്ള ഒരു സീക്രഡ് ആയിട്ടാണ് അവരതിനെ കാണുന്നത്. ഓക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു വട്ടമേശ സമ്മേളനം അല്ല അത്. ഓക്കെ ഒരു വട്ടമേശ സമ്മേളനത്തിനകത്ത് ഇരുന്ന് നമ്മൾ സംസാരിച്ചു, അങ്ങനെയല്ല. അതിന് കുറെ വട്ടങ്ങളും കുറെ അങ്ങനെയുള്ള കുറെ അവരുടേതായ ആചാരങ്ങൾ, ട്രൈബൽസിന്റെ ആചാരങ്ങളും ഒരു മുറകളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതുവരെ നമ്മള് വളരെ ഒഫീഷ്യലി തന്നെ പോയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മയെ ഡയറക്റ്റ് അവരെ കണ്ടും സ്ത്രീകൾക്ക് ഒത്തിരി റെസ്പെക്ട് കൊടുക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അമ്മ തന്നെ നേരിട്ട് പോയിട്ട് അവരോട് മാപ്പ് ചോദിച്ചാൽ ഒരുപക്ഷെ അവരുടെ മനസ്സലിയാൻ സാധ്യതയുണ്ടോ എന്ന ഒരു കാര്യത്തെ കൂടിയാണ് നമ്മൾ ഇപ്പൊ അങ്ങനെ ചിന്തയിലേക്ക് നമ്മൾ അമ്മയെ കൊണ്ടുപോയി മാപ്പ് ചോദിക്കാനുള്ള സാഹചര്യം നമ്മൾ തേടുന്നത്. ഓക്കെ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം ഇതിനോട് എത്രത്തോളം അനുകൂലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക്? ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള, കാരണം ഞാൻ 2019 ലാസ്റ്റ് മുതലാണ് ഞാൻ ഈ കേസിൽ ഇടപെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എല്ലാ സഹായങ്ങളെയും ഞാൻ നന്ദിയോടെ ഓർക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെ നന്ദി പറയുന്നു. നമുക്ക് പലപ്പോഴും പറ്റാതിരുന്ന പല സാഹചര്യങ്ങളിലും നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ഒരുക്കി തന്നത് സർക്കാരാണ്. പിന്നെ നിങ്ങൾ അറിയുന്നത് പോലെ അവിടെ ഒരു സർക്കാർ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാനും പറയാനും അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ നമുക്ക് സിസ്റ്റം പ്രോട്ടോകോളൊക്കെ പാലിക്കാൻ പറ്റിയ ഒരു സിസ്റ്റം അല്ല. ഹൂതികളോട് നമുക്ക് അനുഭാവപൂർണമായിട്ട് പെരുമാറാനുള്ള, തിരിച്ച് നമ്മളോട് അവർ അനുഭാവപൂർണമായിട്ട് പെരുമാറുന്നു, അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ലാത്തത് കൊണ്ടും ഗവൺമെന്റിന്റെ നിലവിലുള്ള ലിമിറ്റേഷൻസിനെ മറികടന്നും അല്ലെ അതിനകത്തു നിന്നും നമുക്ക് പല സഹായങ്ങളും ഈ ഗവൺമെന്റ് ചെയ്തു തന്നിട്ടുണ്ട്. നിമിഷയ്ക്ക് വേണ്ടിയിട്ട്, നിമിഷയുടെ അപ്പലേറ്റ് കോടതി ഹൈക്കോടതിയുടെ സമയമായപ്പോഴത്തേക്കും നമുക്ക് നിമിഷയ്ക്ക് അവരെ വക്കീലില്ല, അവിടെ ഒരു അറ്റോർണി ഇല്ല എന്ന് കണ്ട് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തതും മറ്റൊന്നിനെ കണ്ടുപിടിച്ചതും വെച്ചതും അദ്ദേഹത്തിനുള്ള സാലറി പോലും കൊടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ്. അതുപോലെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതിരുന്ന സമയത്ത് നെഗോഷിയേഷൻ നമ്മൾ ക്രൗഡ് ഫണ്ടിൽ കൂടെ, മറുനാടൻ മലയാളിയുടെ ഒരു വലിയ സഹായം ഉണ്ടായിരുന്നു. നമ്മൾ ആ ക്രൗഡ് ഫണ്ട് ഉണ്ടാക്കിയിട്ട് അയക്കാൻ നമുക്ക് പറ്റാതിരുന്ന സമയത്ത് അത് MEA വഴി, എംബസി വഴി അംബാസഡറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സഹായമാണ് നമുക്ക് കേന്ദ്ര സർക്കാർ ചെയ്തു തന്നത്. അതുപോലെ തന്നെ ഞാൻ MEAയുടെ ഓഫീസിൽ പോയി ഇരുന്ന് ഒരു ദിവസം 1.5 ദിവസം ഞങ്ങൾ കംപ്ലീറ്റ്ലി പേപ്പർ വർക്കുകളെല്ലാം ചെയ്തതിന് ശേഷമാണ് അമ്മയ്ക്ക് പോവാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുങ്ങിയത്. അപ്പൊ ആ സമയത്ത് വളരെ അനുഭാവപൂർവ്വം ഒരു ദിവസം 1.5 ദിവസമൊക്കെ ഒരു ഉദ്യോഗസ്ഥന് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നിൽക്കുക, വേണ്ട പേപ്പറുകളെല്ലാം ചെക്ക് ചെയ്ത് അമ്മയ്ക്ക് പോകാനുള്ള അനുമതിയും സംഭവങ്ങളും എല്ലാം ഒരുക്കി തന്നതും പാസ്പോർട്ട്, എംബസി എല്ലാ കാര്യങ്ങളും ചെയ്തത് കേന്ദ്ര സർക്കാരാണ്. ഓക്കെ. നമുക്കറിയാം, സേവ് നിമിഷപ്രിയ എന്ന് പറഞ്ഞ് കോടതിയിൽ ഇപ്പം ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കോടതി തിങ്കളാഴ്ച പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തുവാണ് പറയാനുള്ളത്? ഇത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസില്, ആക്ഷൻ കൗൺസില് ഇല്ല, എനിക്ക് തോന്നുന്നു ഒരു സ്പ്ലിറ്റ് ഒക്കെ ഉണ്ടായതായിട്ടാണ് എനിക്ക് സത്യം അതാണ്. 2ാം തവണ പൈസ അയക്കാനായിട്ട് ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നവര് തന്നെയാണ് അന്ന് നമുക്കൊരു വിഘ്നമായിട്ട് നിന്നത്. അവരുടെ ആ തടസ്സങ്ങളെ മറികടന്നാണ്, അല്ലെ അവരുടെ എതിർപ്പിനെ മറികടന്നാണെന്ന് നമ്മൾ 2ാം ഘട്ടം ചർച്ചയ്ക്കുള്ള പണം അയച്ചത്. ഇപ്പൊ ഇന്ന് അവർ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഓക്കെ. നേരത്തെ കേന്ദ്ര സർക്കാർ ഇടപെട്ടതിനെ കുറിച്ചൊക്കെ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഹൂത്തികളുമായി ഉള്ള ചർച്ചകളെക്കുറിച്ചെല്ലാം പറയുന്ന സാഹചര്യമുണ്ടായി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇറാന്റെ ഒരു സ്വാധീനം ഹൂത്തി മേഖലയിൽ, ഹൂത്തികളുടെ മുകളിൽ ഉണ്ട്. പക്ഷേ നമുക്ക് ഇറാനുമായിട്ട് നല്ലൊരു ബന്ധവുമുണ്ട് ഇന്ത്യൻ സർക്കാരിന്. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് അങ്ങനെ ഒരു രീതിയിലേക്ക് ഇടപെടൽ നടത്താൻ കഴിയാതെ പോകുന്നത് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ട്രൈബൽ അവരുടെ ആ ചിട്ടവട്ടങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണോ നമുക്ക് ഇന്ത്യൻ സർക്കാരിന് പോലും കൃത്യമായി ഇടപെടൽ അവിടേക്ക് നടത്താൻ കഴിയാതെ? കാരണം ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. കാരണം ഇറാൻ അടക്കം അവരോട് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ടും നമുക്കത് കഴിയാതെ പോയത് അവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോത്രത്തിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളുടെ കാരണങ്ങൾ കൊണ്ടാണോ നമുക്കത് ഇടപെടാൻ കഴിയാതെ പോയത്?
നമുക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് ഇപ്പോ ഒരു കൊലയാളി അല്ലെങ്കിൽ ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നീതിയും ന്യായവും നോക്കി, അതുപോലെയല്ലല്ലോ മറ്റൊരു രാജ്യത്തിൽ നമുക്ക് ഇടപെടുന്നതിനും മറ്റൊരു രാജ്യത്തിനും നമുക്ക് അതും ഇത് ഒരു സാധാരണ കേസാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇത് ശരിക്കും ഒരു കൊലപാതകം തന്നെയാണ്. അത് കൊല ചെയ്തയാള് കോടതി മുമ്പാകെ സമ്മതിച്ചിട്ടുള്ളതുമാണ്. അതുപോലെ തന്നെ നീണ്ട വർഷങ്ങളോളം ഇതിന്റെ കേസും വിചാരണയും ഒക്കെ നടന്നിട്ടുള്ളതുമാണ്. അപ്പൊ ആ സമയത്ത് ആ ഓരോ രാജ്യത്തിനും അവരുടേതായ കുറച്ച് നിയമങ്ങളും ചിട്ടവട്ടം, ഇപ്പൊ പ്രത്യേകിച്ച് ആ രാജ്യത്തിന്റെ അവസ്ഥ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ആ ട്രൈബൽ സിസ്റ്റം അല്ലെങ്കിൽ ആ അവരുടെ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള മീറ്റിംഗ് അല്ല, അവർ ചിന്തിക്കുന്നത് പോലെ അവർ പ്രവർത്തിക്കുന്നത് അവരുടെ രീതിയിലാണ് കാര്യങ്ങൾ നടത്തുക എന്നുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഒരു സാധ്യതയോ അല്ലെങ്കിൽ കോടതിയുടെ ഒരു സാധ്യതയോ ഒക്കെ അവിടെ കഴിഞ്ഞു. അപ്പൊ ആ അവസാന സമയത്തെ കോടതിയുടെ സമയത്ത് പോലും ആ ജഡ്ജി വളരെ അനുഭാവപൂർണമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ ആ കുടുംബവുമായിട്ട് ചർച്ച ചെയ്ത് നെഗോഷിയേഷനിലൂടെ വന്ന് ബ്ലഡ് മണിക്കുള്ള സാധ്യതകൾ തേടൂ എന്ന് അന്ന് തന്നെ നമ്മളോട് പറഞ്ഞിരുന്നതാണ്. അപ്പോ ഒരു രാജ്യത്തിന്റെ ആ ഒരു ചിട്ടവട്ടങ്ങളെ മറികടക്കാൻ ഇന്ത്യക്കോ അല്ലെ ഇന്ത്യൻ നമ്മുടെ ഭരണകൂടത്തോടോ ആവശ്യപ്പെടാനുള്ള സാധ്യത കുറവാണ്. അത് ചെയ്യുന്നത് ശരിയല്ല. ഓക്കെ, വളരെ നന്ദി ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് ദീപ ജോസഫ് അദ്ദേഹമാണ് അവരാണ് ഇപ്പോൾ നമ്മളോട് ഇത് സംബന്ധിച്ച് വിശദമായി പ്രേക്ഷകരുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പങ്കുവച്ചത്. ഒരുപാട് നന്ദി ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതിന്. ഒത്തിരി നന്ദി.